ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. NH-66 നിർമ്മാണ കാഴ്ചകളിൽ കുറ്റിപ്പുറം വരുന്ന 3 പാലങ്ങളുടെ അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ. കുറ്റിപ്പുറം സെൻട്രൽ ബ്രിഡ്ജ്, ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലം, പിന്നെ നമ്മുടെ മിനി പമ്പ ഭാഗത്തെ ദേശീയപാതയ്ക്ക് മുകളിലൂടെയുള്ള എടപ്പാൾ ഭാഗത്തേക്കുള്ള ക്രോസ് പാലം. ഈ ഒരു ക്രോസ് പാലത്തിൽ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ കയറി എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഒരുപാട് ഡ്രോൺ വീഡിയോകളിൽ നിന്ന് നിങ്ങൾ ഈ പാലത്തിൻ്റെ മേൽഭാഗം 4K HD ദൃശ്യങ്ങൾ കണ്ടതാവും. എൻ്റെ കയ്യിൽ അത്ര സംവിധാനങ്ങളൊന്നുമില്ല, അപ്പോൾ വീഡിയോയിൽ പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചു തരണം. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ മണ്ണിട്ട് ഫിൽ ചെയ്ത് വരികയാണ്. പാലത്തിൻ്റെ മേൽഭാഗമാണ്, ഇതാ കണ്ടില്ലേ, ഫുൾ കോൺക്രീറ്റ് കഴിഞ്ഞതാണ് നേരത്തെ തന്നെ. ഇതിൻ്റെ മുകളിൽ കയറി ഈ ഒരു ഭാഗം കാണിക്കുന്നത് ആദ്യമായാണ്. ഉച്ച സമയം ആണ്, കൊടും വേനലാണ്, നല്ല ചൂടുണ്ട്. ഇതിൻ്റെ മേലെ നിന്ന് നമുക്ക് ഭാരതപ്പുഴ പാലമൊക്കെ നല്ല അടിപൊളി വ്യൂ ആയി തന്നെ കാണാം. ബോക്സ് ഗർഡറായാണ് ഈ പാലം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന വഴിയിലൂടെയാണ് നമ്മൾ കയറിയത്. ഇപ്പുറത്തെ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റേതായ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ആരംഭിച്ചിട്ടില്ല. ഭാരതപ്പുഴ പാലത്തിലേക്ക് വന്നാൽ ഈ പാലത്തിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ഇവിടുത്തെ ടാറിങ്ങൊക്കെ കണ്ടില്ലേ, കളറൊക്കെ പോയി, നല്ല ബ്ലാക്കുള്ള ടാറിങ്ങൊക്കെ, കുറേ വെയിൽ മഴയൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരുപാട് സർവീസ് വാഹനങ്ങൾ, ലോറികളൊക്കെ പോയി, ഇതിൻ്റെ കളറൊക്കെ പോയി. ഈ പാലത്തിന് ശേഷം മാത്രം നിർമ്മാണം പൂർത്തിയായ എത്രയോ പാലങ്ങൾ കോഴിക്കോട് ബൈപ്പാസിലൊക്കെ തുറന്നു കൊടുത്തു. കുറ്റിപ്പുറം ROB സെൻട്രൽ പാലം, ഇതിൻ്റെയൊക്കെ വർക്ക് പൂർത്തിയാകാത്തതാണ് ഈ പാലം നിർമ്മാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നത്. പാലത്തിൻ്റെ താഴെ ഭാഗത്തൊക്കെ പെയിൻറ്റിങ് വർക്ക് നേരത്തെ തന്നെ പൂർത്തിയായിട്ടുള്ളതാണ്. വേനലിൻ്റെ തുടക്കം തന്നെ ഭാരതപ്പുഴ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പാലത്തിലേക്ക് വന്നാൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പെയിൻറ്റിങ് വർക്ക് സൈഡ് വാളുകളിൽ അടിക്കാനുണ്ട്. ആദ്യത്തെ വൈറ്റ് കോട്ടിംഗ് പോലും ഇതുവരെയും അടിച്ചിട്ടില്ല. കുറ്റിപ്പുറം ROBക്കും ഭാരതപ്പുഴ പാലത്തിനുമിടയിൽ ഒരു ചെറിയ പാലമുണ്ട്. പാലം ചെറുതാണെങ്കിലും ഇതിൻ്റെ അപ്രോച്ച് റോഡാണ് ഒരുപാട് ദൂരം. ROB പാലം വരെയും പുഴപ്പാലം വരെയും ഒരുപാട് ഉയരത്തിൽ ബ്രിക്സ് വാൾ കെട്ടിയിട്ടാണ് നിർമ്മാണം. ROBയുടെ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മണ്ണിട്ടുയർത്തി നടന്നു വരുന്നേയുള്ളൂ.
എന്നാൽ ഭാരതപ്പുഴ പാലത്തിൻ്റെ അവിടേക്കുള്ള ഭാഗം മേലെ ടാറിങ് വരെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ROBയുടെ അവിടുന്ന് ദേശീയപാത ഈ സെൻട്രൽ ഭാഗത്തെ പാലത്തിലേക്ക് എത്തുമ്പോൾ നിലവിലെ പാത പോലെ തന്നെ വളഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ നിലവിലെ പാത ഒഴിവാക്കി പുതിയ സ്ഥലം ഏറ്റെടുത്താണ് വർക്ക്. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഭാരതപ്പുഴ പാലം വഴി കയറി വരുമ്പോൾ കുറ്റിപ്പുറം ടൗണിലേക്ക് കടക്കാനുള്ള എക്സിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് റോഡ് ഭാഗമൊക്കെ വൈറ്റ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ആരംഭിക്കാൻ പോകുന്നു. പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും ഇടയ്ക്കുള്ള ജോയിൻറ്റുകളിൽ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ. അപ്പോൾ സുഹൃത്തുക്കളെ, കുറ്റിപ്പുറത്തെ 3 പാലങ്ങളുടെ നിലവിലെ അവസ്ഥ ഏകദേശം കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റ് ആണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി തിരുത്തി തരിക. പുതിയ ദേശീയപാത കാഴ്ചകളുമായി വീണ്ടും വരാം.